അങ്ങനെ CPM-ന്റെ മറ്റൊരു PR നാടകം കൂടി പൊളിഞ്ഞടുങ്ങി പണ്ടാരമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ വെച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ 4-5 KSU പ്രവർത്തകർ നടത്തിയ കരിങ്കൊടി പ്രകടനം, പ്രതിഷേധം, അതിനെ തുടർന്ന് മന്ത്രിക്ക് പരിക്കുപറ്റി, മന്ത്രിയുടെ കഴുത്തിനും കൈക്കുമൊക്കെ തന്നെ പരിക്കുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു നാടകം, അത് കേരളീയ പൊതുസമൂഹം ഒന്നടങ്കം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. KSU പ്രവർത്തകർ മന്ത്രിയെ ആക്രമിച്ചു, ശാരീരികമായി ആക്രമിച്ച് മന്ത്രിയെ പരിക്കേൽപ്പിച്ചു എന്നാണ് CPM പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. അതെന്തായാലും ഇപ്പോൾ പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ്. മന്ത്രിയുടെ ദേഹത്ത് KSU പ്രവർത്തകരുടെ വിരലെങ്കിലും സ്പർശിക്കുന്ന ഒരു ചെറിയ ദൃശ്യങ്ങൾ പോലും ഇതുവരെയും ഏതെങ്കിലും ഒരു ദൃശ്യമാധ്യമ ചാനലുകൾക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. CPM-ന് വേണ്ടി പണി ചെയ്യുന്ന, വിടുവേല ചെയ്യുന്ന നിരവധി ദൃശ്യമാധ്യമങ്ങളുണ്ട്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. അവർക്ക് പോലും ഇതുവരെയും KSU പ്രവർത്തകർ ആരോഗ്യമന്ത്രിയുടെ ദേഹത്ത് സ്പർശിക്കുന്നതിന്റെ പോലും ഒരു ദൃശ്യം പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ നാടകം ഇവിടെ ദുരന്ത പര്യവസാനമായിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇന്നലെ ആരോഗ്യമന്ത്രി ഔദ്യോഗികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല ഉദ്ഘാടന ചടങ്ങുകൾക്കും വേണ്ടിയിട്ടാണ് കണ്ണൂരിലെത്തിയത്. മുഖ്യമന്ത്രിയും സ്പീക്കറും എല്ലാം തന്നെ കണ്ണൂരിലുണ്ടായിരുന്നു. നിരവധി പരിപാടികളിൽ ആരോഗ്യമന്ത്രി പങ്കെടുത്തു. അവിടങ്ങളിലൊക്കെ തന്നെ ഏതാണ്ട് 4 ഇടങ്ങളിൽ KSU-വിന്റെയും യൂത്ത് ലീഗിന്റെയും ഒക്കെ തന്നെ പ്രവർത്തകർ ആരോഗ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തി. അതിനുശേഷം എല്ലാ പ്രതിഷേധങ്ങളും കഴിഞ്ഞ് 3:15-ഓടെയാണ് ആരോഗ്യമന്ത്രി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത്. അവിടെ നിന്നും 3-ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ദേ ഭാരത് ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങാനാണ് ആരോഗ്യമന്ത്രി അവിടെ എത്തുന്നത്. ഇതിനു മുൻപ് ആരോഗ്യമന്ത്രിക്ക് നേരെ നടന്ന കരിങ്കൊടി പ്രതിഷേധത്തിൽ യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ CPM പ്രവർത്തകർ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. അതിനൊക്കെ ശേഷമാണ് വൈകിട്ടോടുകൂടി 3:15-ന് മന്ത്രി ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. 1-ാമത്തെ പ്ലാറ്റ്ഫോമിൽ കയറി വരുമ്പോഴാണ് അവിടെ നിന്നും 3-4 KSU പ്രവർത്തകർ കരിങ്കൊടിയുമായിട്ട് ചാടി വന്ന് ആരോഗ്യമന്ത്രിക്ക് നേരെ മുദ്രാവാക്യം വിളിക്കുന്നത്. ആരോഗ്യമന്ത്രി രാജിവെക്കുക, ആരോഗ്യമന്ത്രി പുറത്തു പോവുക എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അവര് ഓടി വരുന്നത്. അപ്പോഴേക്കും ഈ KSU പ്രവർത്തകർ വരുമ്പോഴേക്കും അവിടെയുള്ള പോലീസുകാർ ആരോഗ്യമന്ത്രിക്ക് സുരക്ഷാ കവചം ഒരുക്കുന്നുണ്ട്. ആ ആരോഗ്യമന്ത്രിയെ പിന്തിരിപ്പിക്കാനാണ് പോലീസുകാർ ഉൾപ്പെടെ ശ്രമിക്കുന്നത്. ഈ പറയുന്ന പ്രതിഷേധക്കാരെ 2-3 പ്രതിഷേധക്കാരെ പോലീസ് പിടിച്ചു മാറ്റി കൊണ്ടുപോയി വെളിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും ആരോഗ്യമന്ത്രി പോലീസുകാരോട് തട്ടിക്കയറി പോലീസുകാരുമായിട്ടൊരു മൽപ്പിടുത്തം തന്നെ നടത്തി മുന്നോട്ട് പോവുകയാണ്. സമരക്കാരെ വെല്ലുവിളിക്കുകയാണ്. നീ പാടാ, വീണ്ടും പാടാ എന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യമന്ത്രി അവരെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്, എതിർത്ത് നിൽക്കുകയാണ്. പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിൽ അവിടെ മന്ത്രി പെരുമാറുകയാണ്. എനിക്ക് നടക്കണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ശരിയാണ്, മന്ത്രിക്ക് എന്നല്ല ഏതൊരു വ്യക്തിക്കും വഴി നടക്കാനുള്ള അവകാശമുണ്ട്. അത് തടയുന്നത് ശരിയായ രീതിയല്ല. പക്ഷേ ഒരു ആരോഗ്യമന്ത്രി അവർ നിരവധി ആരോപണങ്ങൾ നേരിട്ടിങ്ങനെ ഇരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ സ്വാഭാവികമാണ്. അതൊന്നും ചെയ്യാത്തവരല്ലല്ലോ ഈ CPM-കാരോ CPM-ന്റെ യുവജന സംഘടനയായ DYFI അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനയായ SFI ഒന്നും തന്നെ. കേരളത്തെ കത്തിച്ചിട്ടുള്ള സമരങ്ങൾ നടത്തി പാരമ്പര്യമുള്ള പാർട്ടിയും അവരുടെ പോഷക സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ തന്നെയാണ് CPM-ഉം DYFI-യും SFI-യും ഒക്കെ തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അത് ഒരു പക്വതയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് മന്ത്രി പദവിയിലൊക്കെ ഇരിക്കുന്നവർ അതിനെ അതിൻ്റെതായ രീതിയിൽ നേരിടുകയാണ് വേണ്ടത്. എന്നാൽ ഇവിടെ ആരോഗ്യമന്ത്രി അതിനോട് വലിയ രീതിയിൽ രോഷപ്രകടനം നടത്തുകയും പോലീസിന് തന്നെ വലിയ രീതിയിൽ പണിപ്പെടേണ്ടി വന്നു മന്ത്രിയെ പിടിച്ച് മാറ്റാനായിട്ട്. ആ സമയത്ത് മന്ത്രിയും പോലീസുകാരും തമ്മിലാണ് സത്യത്തിൽ അവിടെ ഒരു പിടിവലി നടന്നത് എന്നത് നമുക്ക് വ്യക്തമാണ്. അവിടെ ഇന്നലെ പുറത്തു വന്ന ദൃശ്യങ്ങളിലൊന്നും തന്നെ മന്ത്രിയുടെ അടുത്തേക്ക് ഈ പറയുന്ന KSU-കാർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും മന്ത്രിക്ക് കവചം തീർത്തുകൊണ്ട് വളയം ചെയ്തുകൊണ്ട് പോലീസുകാർ അവിടെ ഉണ്ട്. ഒപ്പം തന്നെ മന്ത്രിയുടെ ഗൺമാൻ ഉണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ പ്രചരിപ്പിച്ച മറ്റൊരു ദൃശ്യമുണ്ട്. മന്ത്രിയുടെ വലതുവശത്ത് ഒരു കറുത്ത തുണി കാണുന്നുണ്ട്. അത് ഈ പറയുന്ന പ്രതിഷേധക്കാരിൽ ഒരാൾ പോലീസിനിടയ്ക്കൂടെ കയറി മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ക്ലിപ്പ് പുറത്തുവിടുന്നുണ്ട്. എന്നാൽ അതിന്റെയും സത്യാവസ്ഥ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് ഈ പറയുന്ന പോലെ ഏതെങ്കിലും പ്രതിഷേധക്കാരെ മന്ത്രിയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യമല്ല, ഏതെങ്കിലും കരിങ്കൊടിയുടെയോ അല്ലെങ്കിൽ കറുത്ത തുണിയോ ഒന്നുമല്ല. അത് പകരം മന്ത്രിയുടെ ഗൺമാൻ മന്ത്രിക്കൊപ്പമുണ്ട്. ഈ പ്രതിഷേധം നടക്കുമ്പോൾ ആദ്യം മന്ത്രിയുടെ ഗൺമാൻ മന്ത്രിയുടെ ഇടതുവശത്താണ്. പ്രതിഷേധക്കാർ പെട്ടെന്ന് വരുമ്പോൾ ഈ ഗൺമാൻ മന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മന്ത്രിയുടെ പുറകുവശത്തൂടെ വന്നിട്ട് മന്ത്രിയെ കവർ ചെയ്യുകയാണ്. കൈകൊണ്ടിങ്ങനെ അവർക്ക് സംരക്ഷണം തീർക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ഗൺമാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് കരിനീല നിറത്തിലുള്ള ഗൗണും ഒക്കെയാണ്. അദ്ദേഹത്തിന്റെ
ഡ്രസ്സാണ് ഈ മന്ത്രിയുടെ വലതുവശത്ത് തോൾ ഭാഗത്തായിട്ട് ആ വീഡിയോയിൽ കാണാൻ കഴിയുന്നത്. ഇതിനെ കരിങ്കൊടിയാണ് അല്ലെങ്കിൽ KSU പ്രവർത്തകന്റെ ഡ്രസ്സാണ്, തുണിയാണ്, ഷർട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതേ മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ, നിങ്ങൾ ചോദിച്ചില്ലേ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ദാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ വലിയ സംഭവം എന്ന രീതിയിൽ മട്ടിൽ പ്രചരിപ്പിക്കുകയാണ്. പക്ഷേ ആ പ്രചരണവും ഇപ്പോൾ വലിയ രീതിയിൽ പൊളിഞ്ഞ് പാളീസായിരിക്കുന്നു. അതിന്റെയും സത്യാവസ്ഥ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ മന്ത്രിയെ ആക്രമിക്കുന്ന ഒരു ദൃശ്യങ്ങളും ഇന്നുവരെയും പുറത്തു വന്നിട്ടില്ല. ഇന്നലെ ഈ പ്രതിഷേധത്തിന് ശേഷം, ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന പ്രതിഷേധത്തിന് ശേഷം മന്ത്രി അവിടെ നിന്ന് ചിരിച്ച് മാധ്യമങ്ങളോടും പറഞ്ഞിട്ട് മന്ത്രി നേരെ ലിഫ്റ്റിൽ കയറി അവിടെ നിന്ന് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ സ്പീക്കർ AN ഷംസീറും ഇതേ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാനായിട്ട് അവിടെയുണ്ട്. അപ്പോൾ സ്പീക്കറുമായിട്ട് അടുത്തെത്തി മന്ത്രി സംസാരിക്കുകയാണ്. അപ്പോഴാണ് ഇത്തരം ഒരു കാര്യം പറയുന്നത്, ഇങ്ങനെ പ്രതിഷേധമുണ്ടായത്. ഉടൻ തന്നെ സ്പീക്കർ മുഖ്യമന്ത്രിയെ വിളിച്ചിട്ട് ഇത്തരത്തിൽ പ്രതിഷേധമുണ്ടായി, മന്ത്രിക്ക് പരിക്ക് പറ്റിയെന്ന് അങ്ങോട്ട് പറയുകയാണ്. തുടർന്ന് വീണ ജോർജ് മന്ത്രി മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നു. അപ്പോഴാണ് മന്ത്രിക്ക് വേദന ഉണ്ടാവുകയും മറ്റ് ആരോപണങ്ങളിലേക്കും ഒക്കെ തന്നെ മന്ത്രി കടക്കുന്നത്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇത്രയും വിഷയങ്ങൾ ഉണ്ടായി. അതിനുശേഷം മന്ത്രി അവിടെ പ്രകോപനമുണ്ടാക്കി, പോലീസുകാർ ഉൾപ്പെടെ തട്ടിക്കയറി അവിടെ നിന്നും നടന്ന് ലിഫ്റ്റിലെത്തി. അപ്പോഴൊന്നും തന്നെ മന്ത്രിക്ക് യാതൊരു പ്രശ്നമില്ല. മന്ത്രി പ്രസന്നവദനയായിട്ട് ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നല്ല ചുറുചുറുക്കോട് കൂടി തന്നെയാണ് മന്ത്രി മുന്നോട്ട് പോകുന്നത്. അവിടെ നിന്ന് ലിഫ്റ്റിൽ കയറി മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലെത്തി സ്പീക്കർ AN ഷംസീറിനെ കണ്ടു കഴിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം, മറിക്കൽ അവിടെ വരുന്നത്. മന്ത്രിക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്ന രീതിയിൽ ഒരു നറേഷൻ ഉണ്ടാകുന്നത്. തുടർന്ന് അത് വലിയ രീതിയിൽ കാട്ടുതീ പോലെ പടരുകയാണ്. മുഖ്യമന്ത്രി ഉടനടി അവിടെയുള്ള മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രിയെ കാണാനായിട്ട് അവിടെ അപ്പോഴേക്കും ആരോഗ്യമന്ത്രി അവിടെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഉടൻ തന്നെ മുഖ്യമന്ത്രി അവിടേക്ക് സന്ദർശിക്കുന്നു. CPMന്റെ എല്ലാ നേതാക്കന്മാരും അവിടേക്ക് എത്തുന്നു. ജില്ലാ തലങ്ങളിൽ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ പ്രതിഷേധ പ്രകടനങ്ങളുമായിട്ട് CPMന്റെ കുട്ടി നിരകളെല്ലാം തന്നെ ഇറങ്ങുകയാണ്. സംസ്ഥാന വ്യാപകമായി പിന്നീട് ഒരു അതിക്രമമാണ് അവർ കാഴ്ചവെച്ചത്. ഈ ആന കരിമ്പിൻ തോട്ടത്തിൽ കയറുന്നത് പോലെ ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചത്. എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു CPM എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത്. വെറും ഒരു പച്ച നുണ, ഒരു കാര്യവുമില്ലാത്ത ഒരു നുണ പ്രചരിപ്പിച്ചുകൊണ്ട് കേരളത്തെ കലാപഭൂമിയാക്കുന്ന ഒരു സമീപനമാണ് ഇന്നലെ CPM കാണിച്ചത്. അതിന് മുഖ്യമന്ത്രിയും സ്പീക്കറും ആരോഗ്യമന്ത്രിയും ഒക്കെ തന്നെ കുട പിടിച്ചു കൊടുക്കുന്ന സമീപനം നമ്മൾ കണ്ടു. അവരുടെ യാതൊരു കാര്യവുമില്ലാത്ത അല്ലെങ്കിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു കള്ളം, അത് കേരളത്തെ പിന്നീട് കുട്ടിച്ചോറാക്കുന്ന, കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാ സ്ഥലങ്ങളിലെയും ഓഫീസുകൾക്ക് നേരെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പുതിയുഗ യാത്രയ്ക്ക് സ്വാഗതം അറിയിക്കൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളും ഒക്കെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് CPMന്റെ അക്രമി സംഘങ്ങൾ അഴിഞ്ഞാടുന്ന, സംസ്ഥാന വ്യാപകമായിട്ട് അഴിഞ്ഞാടുന്നതിലേക്കാണ് ആ ഒരു കള്ളത്തരം ഇന്നലെ ഒരു വഴിവെച്ചത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഈ വിഷയത്തില് 5 KSU പ്രവർത്തകരെയും യൂത്ത് ലീഗ് പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷം റെയിൽവേ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അവർക്കെതിരെ കൊലക്കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് ആയുധം ഉപയോഗിച്ച് ആരോഗ്യമന്ത്രിയുടെ കഴുത്തിന് മുറിവേൽപ്പിച്ചു എന്നാണ് FIR-ൽ പറയുന്നത്. എന്നാൽ ഈ FIR-ൽ പറയുന്ന ഈ കാര്യങ്ങൾ സാധൂകരിക്കുന്ന എന്തെങ്കിലും ഒരു തെളിവ് ഇതുവരെയും പുറത്തു കൊണ്ടുവരാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഈ പോലീസിന് പോലും കഴിഞ്ഞിട്ടില്ല. RPF അവിടെയുള്ള റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളിൽ ഏതാണ്ട് എല്ലാം തന്നെ പരിശോധിച്ചിട്ടുണ്ട്. എന്നാൽ അതിലൊന്നും തന്നെ KSU പ്രവർത്തകരിൽ നിന്നും ആരോഗ്യമന്ത്രിക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകുന്നത് പോയിട്ട് ഒരു സ്പർശനം പോലും ഉണ്ടാകുന്നതിന്റെ ഒരു ദൃശ്യം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നലെ വളരെ ആലോചിച്ചുറപ്പിച്ച് കിട്ടിയ ഒരു അവസരത്തിൽ അങ്ങേയറ്റം വലിയൊരു നുണ ഉണ്ടാക്കിയെടുത്തൊരു നാടകം ക്രിയേറ്റ് ചെയ്തത് സംസ്ഥാന വ്യാപകമായിട്ട് അഴിച്ചുവിട്ട് അതിന്റെ പേരിൽ അക്രമം നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആരോഗ്യമന്ത്രി എന്തായാലും തന്റെ ഭാഗം വളരെ ഭംഗിയായിട്ട് അവിടെ ആ ഒരു നാടകത്തിൽ അഭിനയിച്ചു എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒപ്പം തന്നെ ആരോഗ്യമന്ത്രിയുടെ ഇടത് കൈയിൽ ഒരു ചെറിയ ഒരു മുറിവിന്റെ പാടുണ്ടായിരുന്നു. അത് ഈ പറയുന്ന ആക്രമണത്തിൽ ഉണ്ടായതാണ് എന്നൊക്കെയാണ് ആദ്യ മണിക്കൂറുകളിൽ പുറത്തു വന്ന വിവരങ്ങൾ. എന്നാൽ അതിന് തൊട്ടു മുൻപ് മട്ടന്നൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന്റെയും 2 ദിവസം മുൻപ് പത്തനംതിട്ടയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന്റെയും മന്ത്രിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴും ആ കയ്യിൽ ആ പാടുകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ വെറും കള്ളം പറഞ്ഞുകൊണ്ട് നുണപ്രചാരം നടത്തിക്കൊണ്ട് കേരളത്തെ കലാപഭൂമിയാക്കി മാറ്റാൻ കാത്തിരിക്കുന്ന CPMന്റെ നേതാക്കളെയാണ് നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. CPMന്റെ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഒക്കെ തന്നെ വലിയ ആവേശത്തോടു കൂടിയാണ് അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നത് നമ്മൾ കണ്ടത്. അത്തരത്തിൽ കിട്ടിയ ഒരു അവസരത്തിൽ കോൺഗ്രസിനെതിരെ അവരൊരു ആയുധമാക്കി മാറ്റിക്കൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കൾക്കെതിരെ അധിക്ഷേപം ചൊരിയുക, അതിനെ VD സതീശനെതിരെ വ്യക്തിപരമായ ആക്രമണം നടത്തുക, ഒപ്പം തന്നെ സംസ്ഥാന വ്യാപകമായിട്ട് കോൺഗ്രസിന്റെ ഓഫീസുകള് കെട്ടിടങ്ങളൊക്കെ തന്നെ തകർക്കുന്ന ഒരു നിലയിലേക്ക് സത്യം അറിയുന്നതിന് മുൻപ് തന്നെ CPMന്റെ അണികള്, അക്രമി സംഘങ്ങള് അഴിഞ്ഞാടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും
ഇതുവരെയും മന്ത്രിയെ ആക്രമിക്കുന്ന ഒരു ദൃശ്യം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ KSUവിന്റെ കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി അവരൊരു പുതിയ ചലഞ്ചുമായിട്ട് ഒരു ഓഫറുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. മന്ത്രിയെ ആക്രമിക്കുന്നതിന്റെ എന്തെങ്കിലും ഒരു തെളിവ്, ഒരു ദൃശ്യം പുറത്തുവിടുന്നവർക്ക് കുഴിമന്തി ഓഫർ ചെയ്തുകൊണ്ടാണ് ഈ KSUവിന്റെ കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി രംഗത്ത് വന്നിരിക്കുന്നത്. കുഴിമന്തി എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരുടെയും ഫേവറേറ്റ് ആഹാരമാണ്. അപ്പോൾ അത് കേട്ടിട്ടാണെങ്കിലും എവിടെ നിന്നെങ്കിലുമൊക്കെ ദൃശ്യങ്ങൾ സംഘടിപ്പിക്കാൻ ആർക്കെങ്കിലുമൊക്കെ കഴിയട്ടെ എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ആരോഗ്യമന്ത്രി ആക്രമിച്ചു എന്ന് പറയുന്നതിന് ഉപോത്ബലകമായിട്ടുള്ള ഒരു ചെറിയ തെളിവെങ്കിലും, ഒരു ക്ലിപ്പെങ്കിലും പുറത്തു കൊണ്ടുവരുന്നവർക്ക് ഈ ഒരു ഓഫർ ലഭിക്കുന്നതായിരിക്കും. ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ ഇന്നലെയും ഇന്നുമൊക്കെ അദ്ദേഹം പറഞ്ഞത് മന്ത്രിയുടെ കഴുത്ത് പിടിച്ച് തിരിച്ച് കൈയൊക്കെ തന്നെ പിടിച്ചു വലിച്ച് കൊലപാതകം ശ്രമം നടത്തിയ മന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു. ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് ഇതൊക്കെ എന്നാണ് MV ഗോവിന്ദനും ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അദ്ദേഹം എവിടെ നിന്നാണ്, എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത്? അദ്ദേഹം സ്വയം ഇത്തരത്തിലുള്ള കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് DYFIയുടെ SFIയുടെ നേതാക്കൾ പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാം. MV ഗോവിന്ദനെ പോലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പദവിയിലിരിക്കുന്ന ഒരു സമുന്നതനായിട്ടുള്ള നേതാവ് ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ, കള്ളപ്രചാരവേലകൾ നടത്തുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് അദ്ദേഹം സ്വയമെങ്കിലും ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ഇത്തരത്തിൽ അപക്വമായിട്ടുള്ള പ്രസ്താവനകൾ അത് ഏത് തരത്തിലാകും കേരളീയ പൊതുസമൂഹത്തിൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുക എന്നതെങ്കിലും അദ്ദേഹം ഓർക്കേണ്ടതുണ്ട്. മന്ത്രിയെ അടുത്തുപോലും വരാത്ത ആളുകൾ അദ്ദേഹം മന്ത്രിയുടെ കഴുത്തിന് പിടിച്ച് തിരിച്ചു എന്നൊക്കെ പറയുകയാണ്. ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണെന്നൊക്കെയാണ് പറയുന്നത്. മുൻപ് 2013 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു. അദ്ദേഹത്തിന് 2013 ഒക്ടോബർ 27 കണ്ണൂരിൽ വെച്ച് CPMന്റെ നേതാക്കളുടെയും അണികളുടെയും ഒക്കെ ആക്രമണത്തിൽ കല്ലേറ് കൊണ്ട് പരിക്ക് പറ്റുന്ന കാഴ്ചയൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ആ ദൃശ്യങ്ങളൊന്നും ഇതുവരെയും മാഞ്ഞു പോയിട്ടില്ല. അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന ഉൾപ്പെടെ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ശരിയായിട്ടുള്ള ആക്രമണങ്ങൾ പലതും നടത്തിയിട്ടുള്ള പാർട്ടിയാണ്, നേതാക്കളാണ് ഇവരൊക്കെ തന്നെ. അവരാണിപ്പോൾ യാതൊരു വാസ്തവമില്ലാത്ത ഒരു കാര്യം ഉയർത്തിക്കൊണ്ട് മന്ത്രി ആക്രമിച്ചു എന്ന് പറഞ്ഞ കള്ള പ്രചരണം, നട്ടാൽ കുരുക്കാത്ത നുണ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ച് പൊതുസമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും ആ നാടകം പൊളിഞ്ഞ് പാളിസായിരിക്കുന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അവരുടെ PR വർക്കുകളിൽ പലതും നമ്മൾ പൊളിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവമാണ് ഈ നാടകം. അതും പൊളിഞ്ഞ് പാളിസായി എന്നതാണ് നമുക്ക് ഈ നിലവിലെ സാഹചര്യത്തിൽ പറയാനുള്ളത്.